ഗുഡ് മോർണിംഗ്. ഗ്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലെ? അപ്പോ ഇന്നത്തെ നമ്മുടെ തമ്പനയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ജീവിത വിജയത്തിന് വേണ്ടുന്ന 2 ഗോൾഡൻ റൂൾസ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണൂ കേട്ടോ. നമ്മളെല്ലാവരും ജീവിക്കുന്നതിന് പിന്നിൽ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ ഉണ്ടോ? നമ്മൾ തന്നെ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആരായി തീരണം, എന്തെങ്കിലും ഒരു എയിം ഉണ്ടോ? പൊതുവേ നമ്മൾ പറയൂലേ, നമ്മളുടെ അടുത്ത്, മലയാളികളുടെ അടുത്ത് ആരുടെ അടുത്ത് ചോദിച്ചാലും എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നുകിൽ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് രണ്ടുമായിരിക്കും ഒരു ശരാശരി മലയാളിയുടെ റിപ്ലൈ എന്ന് പറയുന്നത്. ഇനി പുറത്തുള്ളവരോട് അങ്ങനെയാണ് പറയുന്നെങ്കിൽ പോലും നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന രീതി മതിയോ, അതോ പ്രത്യേകിച്ച് ഞാൻ എന്നെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല, പോകുന്നത് പോലെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയാണോ എന്നുള്ളത്. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഉൾപ്പെടെ കേട്ടോ, അതിനകത്ത് ഈ പലരും എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എന്താ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്നു, ഓരോരുത്തരെയും നോക്കിക്കുക. അതായത് കമ്പാരിസൺ എന്ന് പറയുന്നത് എനിക്കും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും മറ്റുള്ളവരുടെ നോക്കിയിട്ട് അവരൊക്കെ എന്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നേ, അവർക്കൊക്കെ എന്ത് രസമാണ്, എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ പൈസ, എല്ലാ കാര്യത്തിനും ചെലവഴിക്കാനും ഒക്കെ ധാരാളം പണവും ഉണ്ട്, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങള് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ വേണം മനുഷ്യൻ ജനിക്കുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പിന്നെയാണ് മനസ്സിലാക്കിയത്, നമ്മൾ എന്തിനാണ് ഈ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഓരോ വ്യക്തിയും യുണീക്കാണ്. അതായത് പ്രപഞ്ച സൃഷ്ടിയില് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും, നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മാവ് എന്ന് പറയണതിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇവിടെ ജന്മം എടുക്കാമായിരുന്നു. പക്ഷെ അതൊരു മനുഷ്യ ജന്മമായിട്ട് തന്നെ നമ്മൾ വന്നു എന്ന് പറഞ്ഞാൽ ഇതിലും മഹത്തരമായിട്ടുള്ള ഒരു ജന്മം ഇല്ല. ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള ഒരു ജന്മം. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മൾ ഇടപഴകുന്ന രീതികൾ കൊണ്ടോ നമ്മൾ എപ്പോഴോ നമ്മുടെ ലക്ഷ്യങ്ങളെ മറന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വരുന്ന ഒരു കുട്ടിയോട് എന്താകണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ആൻസർ പറയാതെ തന്നെ വെറുതെ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചിരിച്ചു കാണിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, എന്തിനു വന്നാലും നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ഇപ്പൊ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ളതാണ് എങ്കിൽ അത് ഏത് റൂട്ടിൽ വേണമെങ്കിലും പോവാം. ഇപ്പൊ തിരുവനന്തപുരം വരെ എത്തണം, തിരുവനന്തപുരം എന്നുള്ളതാണ് ഡെസ്റ്റിനേഷൻ, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് തീരുമാനിക്കുകയാണ്, ഒന്നുകിൽ നമുക്ക് കാറിന് പോകാം, അല്ലെങ്കിൽ ബസ്സിന് പോകാം, അല്ലെങ്കിൽ ട്രെയിൻ പോകാം, വേണ്ട നമുക്ക് ഫ്ലൈറ്റിലോ പോകാം. പിന്നെ നമ്മൾ എന്താ ചിന്തിക്കുന്നേ, അതിനുള്ള ഫണ്ട്, കാര്യങ്ങള്, എടുക്കുന്ന സമയത്തിന്റെ പരിധി അല്ലെ, ഇതെല്ലാം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര ടൈമിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സാധിക്കും, ഇത്ര മണിക്കൂറുകൾ കൊണ്ട്, ഏറെക്കുറെ കറക്റ്റ് ആയിട്ടല്ല, നമുക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും ഏറെക്കുറെ ഇത്ര ടൈമിനകം നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ആ പ്ലാനുള്ള ഒരു വ്യക്തി അതേ സ്ഥാനത്ത് അവരുദ്ദേശിച്ച സമയത്ത് തന്നെ എത്തുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ നല്ലൊരു വീട് വെക്കണം എന്നുള്ളതായിരിക്കാം, അല്ല എങ്കിൽ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അഡ്വക്കേറ്റ് ആകണം, ടീച്ചർ ആകണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കണം, നല്ല പണം വേണം, കുറേ രാജ്യങ്ങൾ എനിക്ക് കാണണം, കുറേ അതായത് ഓൾ ഇന്ത്യ ആൻഡ് വേൾഡ് ടൂർ കണ്ടക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കും, ലക്ഷ്യമുള്ള ആളുകളായിരിക്കും നിങ്ങൾ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് വരെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിലാണ്. ഇനി യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. ഒരു ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ടീച്ചർ ആവുക, വലിയ വീട് വെക്കുക, ഇതൊന്നും ആയിരിക്കരുത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ അക്കാദമിക്കലി നമ്മൾ പഠിച്ച ലെവൽ കൊണ്ടോ നമുക്ക് വരുമാനം ആർജിക്കാനുള്ള മാർഗങ്ങൾ മാത്രമായിരിക്കണം.
നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് അതെന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ മരണം വരേക്കും സന്തോഷമായിരിക്കുക, സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. അങ്ങനെയുള്ളവർ ഉറപ്പായും ജീവിതത്തിൽ വിജയിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ ടീച്ചർ ആകാം, ആരുമാകാം, ഇവരൊക്കെ ജീവിതത്തിൽ സന്തോഷമായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഡോക്ടർ ആവുക എന്നുള്ളൊരു ജീവിത ലക്ഷ്യം മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ശരിക്കും അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിത ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം വരേക്കും സന്തോഷമായിട്ട്, മനസ്സറിഞ്ഞ് സന്തോഷിച്ച് സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അത് എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വിരളമാണ്. വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ, എങ്ങനെ നമുക്ക് 24/7 എന്നൊക്കെ പറയും, ഹാപ്പിനെസ് എന്ന് പറയും, ഇത് നമുക്ക് നേടിയെടുക്കുക, ഇസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 100% പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ആയി പോകും. അപ്പോൾ നമുക്ക് എന്താ പറയാ, ജീവിത ലക്ഷ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇനി ജീവിത ലക്ഷ്യങ്ങളിൽ വരുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് സന്തോഷമായിരിക്കുക എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് വരുന്ന ഈ പറയുന്ന ഒരു വരുമാനം ഏൺ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു ലക്ഷ്യം. അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻകം ഏൺ ചെയ്യണം? ചിലർ പറയും എനിക്ക് വീടില്ല, വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യാത്രകൾ ഇഷ്ടമാണ്, യാത്രകൾ പോകണമെങ്കിൽ ചെലവാണ്, പണം വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ആ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും, നമ്മൾ ജീവിത ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിനെ ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ് അൾട്ടിമേറ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഏതാ ഇപ്പൊ പറഞ്ഞത്, നമ്മൾ സന്തോഷമായിരിക്കുക എന്ന് പറയുന്നത്, അതായിരിക്കണം നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്. ഷോർട്ട് ടേം എന്ന് പറയുന്ന അടുത്ത 1 ഇയറിനുള്ളിൽ, അതായത് 1 വർഷം തുടങ്ങി 3 വർഷം വരെയുള്ള നമ്മുടെ പ്ലാനുകളാണ് ഷോർട്ട് ടേമിൽ വരിക. അപ്പൊ ഒരു 8 അല്ലെങ്കിൽ 9 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 10th എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കാര്യം നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് വെക്കാം. +2 കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് എന്താണ്, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇപ്പോഴേ, +2 കഴിഞ്ഞിട്ടല്ല അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത്. +1 ആയിരിക്കുമ്പോൾ തുടങ്ങി നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കണം. കാരണം +2 കഴിഞ്ഞാൽ ആ +2ന് എത്ര % മാർക്ക് വാങ്ങണമെന്നും ഇതനുസരിച്ചുകൊണ്ട് അടുത്ത ഏതാണ് നല്ല കോഴ്സുകൾ എന്നുള്ളതും നിങ്ങൾ തിരഞ്ഞെടുത്ത് നോക്കേണ്ടതാണ്. അതുപോലെ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതിന് ശേഷമുള്ള ഹയർ സ്റ്റഡീസിന് പോകണോ, അല്ലെങ്കിൽ ജോബ് ആണെങ്കിൽ ഏത് തരം ജോബിലേക്കാണ് നോക്കേണ്ടത്, അതിനുള്ള കാര്യങ്ങളെക്കുറിച്ചും, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു ഇന്റർവ്യൂവിന് വിജയിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ഷോർട്ട് ടേമിലേക്ക് വരണേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ നമുക്കൊക്കെ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നിയർ ബൈ ഫ്യൂച്ചറിൽ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം ഒരു ബുക്കിൽ. ഇതാണ് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിലുണ്ടല്ലോ, കൃത്യമായിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ വരും, ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ജനിക്കും. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള ആളുകൾക്ക് അതേക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിരന്തരം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് യാഥാർത്ഥ്യമാക്കി തീർക്കും. അപ്പൊ നിരന്തരം നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഓക്കെ, ഇനി രണ്ടാമത് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ് എന്ന് പറയും. നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളെ കുറിച്ച്, നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നമ്മൾ ഒരു ചിലർ പറയില്ലേ തന്നെ ഇരുന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ ഭ്രാന്തിന്റെ ലക്ഷണമാണ് എന്ന് പറയും. നമ്മുടെ മനസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും വേണം. എപ്പോഴെങ്കിലും ഒരു ദിവസത്തില് ഒരു 5 മിനിറ്റ് സമയമെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട്, അതിനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ചില കാര്യങ്ങൾ നമ്മളോട് പറയും. ഇത് പലരും കേൾക്കാറില്ല, നമുക്ക് അറിയാറുമില്ല. കാരണം നമുക്ക് നമ്മളെ മാത്രം ശ്രദ്ധിക്കാനാണ് സമയമില്ലാത്തേ ഉള്ളൂ. എല്ലാം നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആവരുത്. അപ്പോൾ ഒരു സെൽഫ് അവയർനെസ്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനിക്കുണ്ട്,
ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ്, പോരായ്മകളും ഉണ്ടാവും. തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ നമ്മുടെ പോരായ്മകളും ഇത് രണ്ടും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് സ്ട്രെങ്ത് ആണോ കൂടുതൽ, വീക്ക്നെസ് ആണോ കൂടുതൽ? നിങ്ങളുടെ പോരായ്മകളാണ് കൂടുതലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് അതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക. അതായത് ഓരോ പോരായ്മകളെയും നമ്മുടെ സ്ട്രെങ്ത് കൊണ്ട്, നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് വേണ്ട പലർക്കും വരുന്ന ഒരു കാര്യമാണ് ധൈര്യമില്ല. ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ പോലും അത്രയും വലിയ കമ്പനിയിലൊക്കെ അത്രയും എന്താ പറയുന്ന ആളുകൾ 10-16 ആളുകൾ ഇരുന്നിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, അവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് സ്വയം ആദ്യമേ തന്നെ നമ്മൾ വിധി എഴുതാണ്. അത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ്, നമ്മുടെ വീക്ക്നെസ് ആണ്. അപ്പൊ ആ കോൺഫിഡൻസ് ഇല്ലായ്മയെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിലും ഗൂഗിളിലും നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ മോട്ടിവേഷണൽ വീഡിയോസ് വരും, അതിനുള്ള മാർഗങ്ങൾ വരും, ടെക്നിക്കുകൾ വരും. ഇതൊക്കെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുക. അതിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ് ഉണ്ട് എങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ സംസാരിക്കുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒറ്റ വഴിയുള്ളൂ, നമ്മൾ സംസാരിക്കുക തന്നെ. ആദ്യം പറയുമ്പോൾ ഒക്കെ എല്ലാം പൊട്ടത്തരമായിരിക്കും, നോ പ്രോബ്ലം. ആ പൊട്ടത്തരത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല, ഓരോ തെറ്റുകളിൽ നിന്നുമാണ് ശരിയാക്കാൻ പറ്റുകയുള്ളൂ. ഓരോ പോരായ്മയിൽ നിന്നാണ് നമ്മളെ മികച്ചതിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മറക്കണ്ട, നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് അതിനുള്ള അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടതായിട്ടുള്ള രണ്ട് റൂൾസേ ഉള്ളൂ. ഒന്ന്, ലക്ഷ്യബോധമുള്ളവരായിരിക്കുക. ആ ലക്ഷ്യബോധം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ എനിക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, മറ്റൊരാൾ പറയുന്നതല്ല ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. എനിക്ക് എന്നെ അറിയാം, എൻ്റെ കഴിവുകളെ അറിയാം, എൻ്റെ പോരായ്മകളെ അറിയാം. ഞാൻ അതിൽ വിശ്വസിച്ച് എൻ്റെ പോരായ്മകളെ നികത്തിക്കൊണ്ട് ഞാൻ എന്നെ മികച്ച ഒരു വ്യക്തിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളിലുണ്ട് എങ്കിൽ 100% നമുക്ക് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ടോ, മറ്റുള്ളവർ നിങ്ങളെ എത്ര തളർത്താൻ നോക്കിയാലും, നിങ്ങൾ എത്ര ഉയരങ്ങളിലേക്ക് കുതിക്കും തോറും നിങ്ങളെ പിന്നിൽ നിന്നും വലിക്കാൻ നോക്കിയാലും നിങ്ങൾ താഴേക്ക് പോരുകയില്ല, നിങ്ങൾ ഉയർന്നു തന്നെ പോയിരിക്കും എന്നുള്ളതാണ് അതില്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.